അപ്പൊ എന്റെ സ്വന്തം കുഞ്ഞുമക്കളെ, അപ്പൊ കോൾബിൻ ചേട്ടൻ രാത്രികാട് വന്നപ്പോ വല്ലാത്ത വിശപ്പ് മക്കളെ. വിശപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രാണൻ പോണു, അമ്മാതിരി വിശപ്പ്. അപ്പൊ എന്ത് ചെയ്യാ, കറി നോക്കി മക്കളെ, കറി ഒന്നുമില്ല. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, നല്ല ഉണക്കമീൻ, അതായത് നത്തൊലി. എന്റെ മക്കളൊക്കെ എന്താ പേരുണ്ടെന്ന് കമന്റിലൂടെ അറിയിക്കണം കേട്ടോ. നല്ല നത്തൽ ഉണക്കമീൻ ഉണ്ടായി. അപ്പൊ അത് വെച്ച് നമുക്കൊരു പെട സാധനം അങ്ങോട്ട് സെറ്റ് ചെയ്യാം. കിടിലൻ കിടക്കാച്ചി വേറെ ലെവല് സാധനം, അമ്മാതിരി സാധനം ആയിരിക്കുള്ളൂ. അപ്പൊ ഒരു സിമ്പിൾ പരിപാടിയാണ് കേട്ടോ. എൻ്റെ മക്കൾക്കൊക്കെ വിശന്ന് പൊരിഞ്ഞ് പണ്ടാറടങ്ങിയിരിക്കുന്ന സമയത്ത് ഇതേപോലെ ഒരു സാധനം ഉണ്ടാക്കി അങ്ങോട്ട് കഴിക്കുക. ടേസ്റ്റ് നോക്കിയിട്ട് പറയാ. അപ്പൊ പൊരി, എൻ്റെ മക്കളെല്ലാവരും പൊരി. എൻ്റെ മക്കളില്ലാതെ എന്ത് നത്തോലി വെച്ചൊരു രസം. നമുക്ക് ആദ്യം തന്നെ നത്തല് വെള്ളത്തിലിട്ട് ശരിയാക്കി എടുക്കാം മക്കളെ. ഇത് കണ്ട, തലയും ഇതിന്റെ അഴുക്കും ഇങ്ങനെ കളഞ്ഞെടുക്കണം. ഇനി നമുക്ക് വേണ്ടത് നല്ല സവാള മക്കളെ, നല്ല സ്ലൈസ് ആയിട്ട് അരിഞ്ഞെടുക്കാം കേട്ടോ. നല്ല ഇത് കണ്ട, ഇങ്ങനെ വേണ്ട മക്കളെ. വെളുത്തുള്ളി 5 എടുത്തിട്ടുണ്ട് കേട്ടാ. അതിങ്ങനെ അരിഞ്ഞങ്ങോട്ട് ഇടാം. ഇനി നമുക്ക് ചട്ടിയിലോട്ട് അങ്ങോട്ട് ഇടാം മക്കളെ. എന്നിട്ട് ഇതെല്ലാം കൂടി നല്ല അടിപൊളിയായിട്ട് അങ്ങോട്ട് തിരുമി അങ്ങോട്ട് കൂട്ടാം. ആവശ്യത്തിന് ഉപ്പും കൂടി ഇടാം. എന്നിട്ട് നല്ലപോലെ അങ്ങോട്ട് തിരുമാം. കണ്ണീന്നൊക്കെ വെള്ളം വരുവോട്ട് ആ സഹിച്ച് പിടിച്ചിരുന്ന് അങ്ങോട്ട് തിരുമിക്കോളൂ. വിചാരിക്കുന്നുണ്ടാവും കോൾബിൻ ചേട്ടൻ കരയണമെന്ന്. കരയണതല്ല, ഉള്ളി എന്നെ കരയിച്ചതാ. നമുക്ക് അടപ്പിലോട്ട് അങ്ങോട്ട് വെച്ചു കൊടുക്കാം. നാടൻ വെളിച്ചെണ്ണ നല്ലപോലെ വാട്ടിയെടുക്കാം മക്കളെ. 2 കറിവേപ്പിലയും കൂടി ഇട്ടാ സൂപ്പറാണ്. കറിവേപ്പില ഇല്ലാത്ത നല്ല അടിപൊളിയായിട്ട് വാടി അങ്ങോട്ട് സെറ്റ് ആയി വരുമ്പോ മക്കളെ നമുക്ക് ഒരു പാത്രത്തിലോട്ട് മീൻ ഇങ്ങനെ കഷ്ണാക്കി ഇട്ട് കൊടുക്കാം മക്കളെ. ശകലം മുളക് പൊടി വറുത്ത് സെറ്റാക്കി എടുത്തിട്ടുണ്ട് മക്കളെ. ഇതും കൂടി നമുക്ക് ഈ പാത്രത്തിലോട്ട് അങ്ങോട്ട് തട്ടാം. എന്നിട്ട് നല്ലപോലെ അങ്ങോട്ട് നല്ല ചമ്മന്തി ഇതിങ്ങനെ അങ്ങോട്ട് ഉണ്ട പിടിക്കാം. 10 കലം ചോറ് ഒരുമിച്ച്